ശരിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായം. ഈ അധ്യായത്തിലെ ഉള്ളടക്കം നോക്കിയതിന് ശേഷം നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് പോകാം. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് വചനഭാഗം നോക്കാം. ആ കാലത്ത് ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലായിരുന്നു. ദാൻ ഗോത്രക്കാർക്ക് സ്വന്തമായി അവകാശഭൂമിയും ഇല്ലായിരുന്നു. അവർ സേറായിൽ നിന്നും എസ്തോലോവിൽ നിന്നും 5 പേരെ ദേശം ഉറ്റുനോക്കുന്നതിന് അയച്ചു. അവർ മിക്കയുടെ ഭവനത്തിലെത്തി. യുവ ലേവ്യൻ്റെ ശബ്ദം അവർ തിരിച്ചറിഞ്ഞു. അവനോട് വിവരം തിരക്കി. മിക്ക തന്നെ ശമ്പളത്തിന് പുരോഹിതനായി നിയമിച്ചിരിക്കുന്നുവെന്ന് അവൻ പറഞ്ഞു. ദേശം ഉറ്റുനോക്കാൻ പോയവർ തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം സാധിക്കുമോ എന്നറിയാൻ കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞു. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുക, നിങ്ങളുടെ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. ആ 5 പേർ ലായിഷിലെത്തി. ആ ദേശം സമ്പന്നമായിരുന്നു. അവിടുത്തെ ആളുകൾ നിഷ്കളങ്കരുമായിരുന്നു. 5 പേർ തിരിച്ചെത്തി ആ ദേശത്തെക്കുറിച്ച് പറഞ്ഞു. ആയുധധാരികളായ 600 ദാൻകാർ എഫ്രൈം മലനാട്ടിലെത്തി. മിക്കയുടെ പുരോഹിതനെ പിടിച്ചു നിർത്തി. പടക്കോപ്പുകൾ അണിഞ്ഞ 600 പേർ ദാൻകാർ പടിപ്പുര വാതിക്കൽ നിന്നും 5 പേർ മിക്കയുടെ ഭവനത്തിൽ കടന്നു വാർപ്പ് വിഗ്രഹവും കൊത്തു വിഗ്രഹവും ഏഫേദും കുലവിഗ്രഹവും എടുത്തു. പുരോഹിതനോട് വാവുത്തി തങ്ങളോട് കൂടെ വരിക എന്ന് പറഞ്ഞു. മിക്ക തൻ്റെ ഭവനം ദാൻകാർ കൊള്ളയടിച്ചെന്ന് അറിഞ്ഞിട്ട് അവരോട് ചോദിക്കാൻ ചെന്നപ്പോൾ മിക്കായോട് ദാൻകാർ പറഞ്ഞു, മിണ്ടരുത്, വല്ലവരും നിൻ്റെ മേൽ ചാടി വീഴും, നിന്നെയും നിൻ്റെ കുടുംബത്തെയും കൊന്നുകളയും. തനിക്ക് ചെറുത്ത് നിൽക്കാൻ കഴിയില്ല എന്ന് മിക്ക മനസ്സിലാക്കി. അതിനാൽ മിക്ക വീട്ടിലേക്ക് മടങ്ങി. ദാൻകാർ ലായിഷിലെത്തി. ശങ്കയില്ലാതിരുന്ന ലായിഷിലെ ജനങ്ങളെ വാളിനിരയാക്കി പട്ടണം കൊള്ളയടിച്ചു. അവരെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ദാൻകാർ ഇസ്രായേലിൻ്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിൻ്റെ പേര് ലായിഷിനു നൽകി. മിഖായുടെ വിഗ്രഹം അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ഇതാണ് ഈ 18-ാം അധ്യായത്തിലെ ഉള്ളടക്കം. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ചോദ്യം 1. ആരാണ് അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിച്ചത്? ദാൻ ഗോത്രം. വാക്യം 18:1. ദാൻ ഗോത്രക്കാർ എത്ര പേരാണ് ദേശം ഉറ്റുനോക്കുന്നതിന് അയച്ചത്? 5 പേരെ. 18:2. ദാൻ ഗോത്രക്കാരായ 5 പേർ എവിടെയാണ് എത്തിയത്? എഫ്രൈം മലനാട്ടിൽ മിക്കയുടെ ഭവനത്തിൽ. സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ യാത്രയിൽ ആര് നിങ്ങളെ സംരക്ഷിക്കുമെന്നാണ് പുരോഹിതൻ പറഞ്ഞത്? കർത്താവ്. സീദോനെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിഷ്കളങ്കരുമായിരുന്നു അവിടുത്തെ ജനങ്ങൾ. എവിടെയുള്ള ജനങ്ങളെക്കുറിച്ചാണ് ന്യായാധിപന്മാർ 18:7 പറയുന്നത്? ലായിഷ്. ആയുധധാരികളായ 600 ദാൻകാർ എവിടെയാണ് പാളയമടിച്ചത്? കിരിയാത്ത് യെയാറിൽ. ആയുധധാരികളായ 600 പേർ എവിടെയാണ് നിന്നത്? പടിവാതിക്കൽ. 18:16. ചാരന്മാരായ 5 പേർ മിക്കയുടെ ഭവനം കവർച്ച ചെയ്തപ്പോൾ പുരോഹിതൻ എവിടെയായിരുന്നു? ആയുധധാരികളായ 600 പേർക്കൊപ്പം. കിരിയാത്ത് യെയാറിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള സ്ഥലം മഹനോദാൻ. വാക്യം 18-17. മിക്കയുടെ ഭവനത്തിൽ നിന്നും കുലവിഗ്രഹവും ഏഫേദും കൊത്തുവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും എല്ലാം എടുത്തുകൊണ്ട് പോയത് ആര്? ആ 5 പേർ. വാക്യം 18-17. മിക്കയുടെ ഭവനത്തിൽ കയറി വസ്തുവകകളെടുത്ത ദാൻകാരായ 5 പേരോട് പുരോഹിതൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ എന്താണ് പറഞ്ഞത്? മിണ്ടരുത്, വായ് പൊത്തി ഞങ്ങളോട് കൂടെ വരിക. വാക്യം 18-19.
തൻ്റെ ഭവനം കൊള്ള ചെയ്തു പോയി ദാൻകാരോട് മിക്ക അട്ടഹസിച്ചപ്പോൾ അവർ എന്താണ് മിക്കയോട് പറഞ്ഞത്? നിനക്കെന്തു പറ്റി? വാക്യം 18-23. മിണ്ടാതിരിക്കുക, വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീഴും, നിന്നെയും കുടുംബത്തെയും കൊന്നുകളയുന്നെന്ന് വരാം. ആരാണ് ഇങ്ങനെ മിക്കയോട് പറഞ്ഞത് എന്ന് ന്യായാധിപന്മാർ 18-25 പറയുന്നത്? ദാൻകാർ. തനിക്ക് ചെറുത്തു നിൽക്കാനാകാത്ത വിധം ശക്തരാണ് ദാൻകാർ എന്ന് കണ്ട് മിക്ക എന്തു ചെയ്തു? വീട്ടിലേക്ക് മടങ്ങി. മിക്കയുടെ പുരോഹിതനെയും വസ്തുവകകളെയും ദാൻകാർ എവിടേക്കാണ് കൊണ്ടുപോയത്? ലായിഷിലേക്ക്. ശങ്കയില്ലാത്തവരും ശാന്തരും ആയി ജീവിച്ചിരുന്ന ലായിഷിലെ ജനങ്ങളെ ദാൻകാർ എന്തു ചെയ്തു? വാളിനിരയാക്കി. ലായിഷ് പട്ടണം ദാൻകാർ എന്തു ചെയ്തു? തീ വച്ച് നശിപ്പിച്ചു. ലായിഷിലെ ജനങ്ങളെ ആരും രക്ഷിക്കാതിരുന്നതിന് കാരണം അവർ സിദിയോനിൽ നിന്നും വളരെ അകലെയായിരുന്നു. ആർക്കാണ് ആരുമായി സമ്പർക്കമില്ലാതിരുന്നെന്ന് ന്യായാധിപന്മാർ 18-28 പറയുന്നത്? ലായിഷിലെ ജനങ്ങൾക്ക്. ലായിഷ് എവിടെയാണ്? ബെത്ത്കോറബിൽ താഴ്വര. ലായിഷ് പുതുക്കി പണിതത് ആര്? ദാൻകാർ. ദാൻ ആരുടെ മകനാണ്? ഇസ്രായേലിൻ്റെ. ലായിഷിന് ദാൻകാർ നൽകിയ പേര് ദാൻ, ഗോത്രപിതാവിൻ്റെ പേര്. ആരാണ് മോശയുടെ പുത്രൻ? ഹെർഷോം. വാക്യം 18-30. ആരായിരുന്നു ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതൻ? യോനാഥനും പുത്രന്മാരും. യോനാഥൻ ആരുടെ പുത്രനാണ്? ഹെർഷോമിൻ്റെ. യോനാഥനും പുത്രന്മാരും ഏത് കാലം വരെയായിരുന്നു പുരോഹിതന്മാരായി നിന്നിരുന്നത്? പ്രവാസകാലം വരെ. ദൈവത്തിൻ്റെ ആലയം എവിടെയായിരുന്നു? ഷിലോയിൽ. മിക്ക ഉണ്ടാക്കിയ കൊത്തു വിഗ്രഹം അവർ എവിടെയാണ് പ്രതിഷ്ഠിച്ചത്? ഷിലോയിൽ. ന്യായാധിപന്മാർ 18-ാം അധ്യായത്തിൽ എത്ര വാക്യമുണ്ട്? 31 വാക്യം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ വചനഭാഗം ശ്രവിച്ചതിന് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി. ഇനി ഇത് തുടരും.